വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ എന്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് ഈ മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിക്കോ ഫംഗ്ഷൻസിനോ അല്ലെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണമെങ്കിൽ പോലും ചെയ്തിട്ട് പോകുന്ന രീതിയിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഒരു മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി തന്നെയായിരിക്കും കേട്ടോ. സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് അതൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങളുടെ ഡെയിലി റൊട്ടീനിലേക്ക് നമ്മുടെ സ്ക്രബ്സും ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ ഫേഷ്യൽ വാഷുകളൊക്കെ ഉപയോഗിക്കുക, സോപ്പൊക്കെ ഉപയോഗിച്ചാൽ കൂടുതൽ നമ്മുടെ മുഖം ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആഴ്ച ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ സ്ക്രബ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതാണ്. മുഖം നല്ല ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ നോക്കി എന്തെങ്കിലും ഉപയോഗിക്കാത്തവരാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു ക്ലെൻസർ ഉപയോഗിക്കാം. നമുക്ക് പലതരത്തിലുള്ള ക്ലെൻസർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ പോയി മുഖം നല്ലൊരു ഈവൻ ലുക്കിലും നല്ലൊരു ഗ്ലോയിങ് ഫിനിഷിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, അത്ര മറക്കാൻ മനസ്സിലായില്ലേ? മറന്നുമല്ലാട്ടെ ഈ കാര്യങ്ങൾ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മുഖം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ക്ലെൻസറുകൾ കിട്ടും. അപ്പോൾ കുറഞ്ഞ ചെലവിൽ തൊട്ട് നല്ല കുറച്ച് വിലയുള്ള തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഷഹനാസിന്റെ ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ നോർമലി ഷഹനാസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല, നമുക്ക് ആയൂറിന്റെ കിട്ടും, നമുക്ക് നേച്ചേഴ്സിന്റെ കിട്ടും, നമുക്ക് പലതരത്തിലുള്ളത് ഇപ്പം മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. എല്ലാം തന്നെ നല്ലതാണ്. കഴിവ് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ക്ലെൻസർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കോട്ടനെ എടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ മുഖം എന്നും തന്നെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നന്നായിട്ടിരിക്കും മുഖം. എന്തായാലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ക്ഷമയുടെ നെല്ലിപ്പല കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിതാ കണ്ടല്ലോ, ഒരു ശക്കല നിങ്ങളുടെ ഫിംഗർ ടിപ്പിലേക്ക് എടുക്കുക. അതാ മതിയാവും, അത് മോർ ദാൻ എനഫ് കാണാലോ അല്ലെ. എന്നിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇവനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് മോഷനിൽ ചെയ്ത് കൊടുക്കുക. എക്സ്പെഷ്യലി കോർണർ, മൂക്കിന്റെ കോർണറുകളും ഒക്കെ. ഞാൻ എന്തായാലും ഫേസ് ക്ലീനപ്പ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ തരാം. പിന്നെ കട്ടില്ല എന്നൊക്കെ പറയണ്ടല്ലോ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മളൊന്ന് ക്ലെൻസർ ഇട്ട് കൊടുക്കുക. മുഖം നന്നായിട്ട് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. നല്ലൊരു മോയിസ്റ്റഡ് ആയിട്ടും ഇരിക്കും. ഇത് ഞാൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. മുഖം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ജെന്റിലായിട്ട് തന്നെ ഡീൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ടവലൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുത്തിട്ട് അലക്കി റഫായിട്ടൊന്നും നിങ്ങൾ ചെയ്യരുത്. വളരെ വളരെ ജെന്റിലായിട്ട്, കാരണം നമ്മുടെ മുഖം എല്ലാവരും കാണാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ എന്നാലും ഒപ്പിയെടുത്ത വെള്ളമൊക്കെ നിങ്ങൾ കളയാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതുവരെ ചെയ്യാത്തവര് ഇനി അതൊക്കെ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ പ്രായം മുന്നോട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട്. എന്റെ മുഖം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുവരെ മനസ്സിലായില്ല എല്ലാവർക്കും കേട്ടോ. ഇപ്പൊ അടുത്തത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലെ മോയിസ്ചറൈസിങ് ക്രീമും ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഷോപ്പുകളിൽ കിട്ടും. പോൺസിന്റെ തൊട്ട് നമുക്ക് നിവിയ, നിങ്ങളുടെ മുഖത്തിന് ചേരുന്ന നിങ്ങൾക്കറിയാം ആ ഒരു മോയിസ്ചറൈസർ ഉപയോഗിക്കുക. ഒത്തിരി വലിച്ചു വാരി എടുത്ത് തേക്കരുത്. ജസ്റ്റ് ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കൂ. ചെറിയ എമൗണ്ട് മോയിസ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നു. ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏത് ഫൗണ്ടേഷനും ഏത് മേക്കപ്പും നമ്മുടെ മുഖത്ത് ഇടുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയിസ്ചറൈസിങ് ക്രീം ഇട്ടിരിക്കണം. മസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ മേക്കപ്പ് ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ മസ്റ്റായിട്ടും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഒത്തിരി തേക്കല്ലേ, അത്യാവശ്യത്തിനും വേണ്ടി മാത്രം നിങ്ങളുടെ മുഖത്ത് തേക്കുക. എന്നിട്ട് അതിനെ ഡ്രൈ ആവാൻ ലീവ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ലീവ് ചെയ്യണം. നന്നായിട്ട് മുഖത്തോട്ട് ഇത് അബ്സോർബ് ആയി എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈമർ ഇട്ട് കൊടുക്കാൻ പോവാണ്. പ്രൈമർ നിങ്ങൾക്ക് കടകളിൽ ചീപ്പർ ക്വാളിറ്റി തൊട്ട് നല്ല ക്വാളിറ്റി വരെ കിട്ടും. നിങ്ങളുടെ പോക്കറ്റിലെ കനം അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങളുടെ കീശയുടെ കനം അനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ എക്സ്പെൻസ് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്ന ഒരു മേക്കാണ്. ബെനഫിറ്റിന്റെ ഫോർ പ്രൊഫഷണൽ ആണ്. ഞാൻ നമ്മൾ ഒരു കുഞ്ഞ് എമൗണ്ട് ഓഫ് ഇതുപോലെ കുറച്ച് മതി ഇങ്ങനത്തെയൊക്കെ കേട്ടോ. ജസ്റ്റ് പ്രൈമർ നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ആയി നല്ലൊരു ഈവൻ ലുക്ക് വരും. മേക്കപ്പ് നന്നായിട്ട് സെറ്റ് ആവും. നമുക്ക് മേക്കപ്പ് ചെയ്യാനും എളുപ്പമായിരിക്കും. നല്ലൊരു ഫിനിഷിങ് കിട്ടും മുഖത്തിന്. അതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്
കയ്യിൽ വേണേലും ഇതിനെ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ നെക്കിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല. കാരണം നമ്മുടെ കഴുത്തില്ലെങ്കിൽ നമ്മുടെ തലയില്ലല്ലോ, നമ്മുടെ കഴുത്തെല്ലാവരും കാണുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് മുഖത്ത് ചെയ്തതൊക്കെ തന്നെ കഴുത്തലിടണം. എന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക് എടുത്ത് കഴുത്തലിട്ടരുത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആകാൻ 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത്. ഇതിപ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആയിരിക്കും. ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനിയുടെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇത് അബ്സോർവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ മുഖത്ത് പുള്ളി പാടുകളുള്ളവരുണ്ടായിരിക്കും. എൻ്റെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ പാടുണ്ട്. എൻ്റെ മുഖത്ത് കൂടുതൽ പാടും എണ്ണ തെറിച്ച് കടുക് പൊട്ടിത്തെറിക്കുന്ന. കടുകിനോട് എന്തോ ഒരു വലിയ ശത്രുത ഉണ്ടെന്ന് തോന്നുന്നു. എപ്പം ഞാൻ കുക്ക് ചെയ്യാൻ നേരത്തും നമ്മുടെ കടുക് പൊട്ടിത്തെറിച്ചെൻ്റെ കണ്ണിന്റെ ഭാഗത്ത് തന്നെ വന്ന് വീഴും. എന്തായാലും ഇനി വല്ല കണ്ണാടിയും വാങ്ങിച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, നീ കാണാം, ഈ കാണുന്നതെല്ലാം കടുക് പൊട്ടിത്തെറിച്ച കടുകിന്റെ ക്രൂരത. ഓക്കെ, അപ്പൊ അങ്ങനെ പാടുകളും മാർക്കുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് അങ്ങനെയൊക്കെ ഉള്ളവര്, കൂടുതൽ പാടുകൾ മുഖത്ത് ഉള്ളവര്, നിങ്ങൾ ഒരു ഓറഞ്ച് കറക്ടർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കറക്ടർ ഉപയോഗിക്കുക. കണ്ടോ, ഞാൻ ഓറഞ്ച് കറക്ടറാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് റെവല്യൂഷന്റെ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ആ പാടുള്ള ഭാഗങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ തന്നെ ഒരു ബ്രഷ് ഞാൻ ഇത് വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പിന്നെയാണെങ്കിൽ എനിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും മറുകളുണ്ട്. ഇത്രയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പാടുകൾ. അപ്പൊ ഈ സംഭവത്തിന് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബ്യൂട്ടി സ്പഞ്ചസ് ഉപയോഗിക്കാം. ബ്യൂട്ടി സ്പഞ്ചസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ നന്നായിട്ട് അത് ബ്ലെൻഡ് ആവും. മനസ്സിലായല്ലോ അല്ലെ? ഞാനിതാ അപ്പൊ വെറ്റായിട്ടുള്ള എൻ്റെ സ്പഞ്ചാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കണ്ടോ, നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവും. കണ്ടോ, ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന കാണാം അല്ലെ? ആ ഒരു ഓറഞ്ച് മയം കഥകളിക്ക് പോകുന്ന ഒരു ലുക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ഇതിന്റെ പുറത്ത് ബാക്കി മേക്കപ്പ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ നല്ല സുന്ദരമായിട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ അതെ. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല സുന്ദരമായിട്ടിരിക്കും. കണ്ടോ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഒരു സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാ. ഇതിന്റെ മുകളിലേക്കായിരിക്കും ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നത്. അപ്പം ഈ പൗഡർ ഇടുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് സെറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ കൂടുതൽ എളുപ്പമാവും. ഒത്തിരി ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, കുറച്ച് എമൗണ്ട് മാത്രം ഒന്ന് എടുത്തത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാണാലോ? അപ്പൊ ഇത് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ മുകളില് ആണ് ഇനി എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫൗണ്ടേഷൻ ആവും. നമ്മുടെ സ്കിന്നിന് ചേർന്ന ഒരു ഫൗണ്ടേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കളർ ചൂസ് ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല മെനക്കെട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് പോയി ഫൗണ്ടേഷൻ എന്ത് കളർ ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ദയവായിട്ട് അത് പോയി ഒന്ന് കാണുക. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ബെനഫിറ്റിന്റെ തന്നെ ഹലോ ഫ്ലോലെസ് എന്നുള്ള ഒരു ഫൗണ്ടേഷനാണ്. എന്റെ സ്കിന്നിന് മാച്ച് ആയിട്ടൊരു കളറാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ശകലം ഞാൻ ഒരു ശകലം മതി എനിക്ക്. ഇതാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ബ്രഷസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ മടുക്കണ്ടല്ലോ. കണ്ടവരുണ്ടായിരിക്കും എൻ്റെ ആ വീഡിയോസ് ഒക്കെ. ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് പോയി ബ്രഷസിനെ പറ്റിയുള്ള വീഡിയോകളൊന്ന് കണ്ടു നോക്കണേ. പലതരത്തിലുള്ളത് നമുക്കുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ അത് ആ ബ്രഷസ് നമ്മളെ കവറേജ് തരുമെന്നും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു സ്മോൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബ്ലെൻഡർ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചെവിയും കളയരുത്. പാവപ്പെട്ട
പൊട്ട ചെവി അതിനെയും കൂടെ ഒന്ന് വരെ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ഉപയോഗിക്കാൻ പോകുന്നത് കൺസീലർ. ഓക്കെ, ചെയ്യുന്ന ഒരു കൺസീലർ ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഹൈലൈറ്റിങ്ങും കോണ്ടോറിങ്ങും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന ഒരു കൺസീലർ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് അവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പൊ നമ്മള് എന്താ പറയുക, ഫൗണ്ടേഷൻ ഇട്ടു, അതിന്റെ മുകളിൽ നമ്മൾ കൺസീലർ ഇട്ടു, അതിന്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് പൗഡർ ലൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കുക. അപ്പൊ ഒന്നുകൂടെ നല്ല സെറ്റ് ആയിട്ടെല്ലാം നന്നായിട്ട് ഇരിക്കും. ഓക്കെ, നമുക്ക് അതുകൊണ്ട് പലതരത്തിലുള്ള പ്രസ് പൗഡർ കിട്ടും. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈവനെ ഉപയോഗിക്കാം കേട്ടോ. ചെറുതായിട്ട് നമ്മൾ എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലും വളരെ തിന്നായിട്ട് വേണമെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതാ, ഇതിപ്പോ നമുക്കൊരു പാർട്ടിക്ക് ഒന്ന് പോകണമെങ്കിലോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിലോ ചെറിയൊരു ഫംഗ്ഷനുകൾക്കൊക്കെ നല്ലതായിരിക്കും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ, എളുപ്പമായിരിക്കും. കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ മേക്കപ്പും ചെയ്തതിന് ശേഷം, നമ്മുടെ ബ്ലഷ് ഇട്ടു, നമ്മുടെ ഐ ഷാഡോ, ഐ മേക്കപ്പ് എവറിത്തിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ഈ പൗഡറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ഒരു സ്കിൻ ടോണിൽ ചേർന്ന രീതിയിലേക്ക് ഈ മേക്കപ്പ് പോകും. ഇനി എക്സ്ട്രാ പൗഡറുകൾ അവിടെ ഇടയ്ക്ക് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, ഹെവി ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ഇടുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എത്ര എമൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാം. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോഴേക്ക് നിങ്ങൾ ഒരിക്കലും ഇത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കരുത്. സെറ്റിംഗ് സ്പ്രേ അകത്ത് വെച്ചിട്ട് മാത്രം നമ്മൾ സ്പ്രേ ചെയ്യാതെ. കണ്ടോ? സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ മുഖം നല്ല ഈവൻ ആയിട്ട് തോന്നും. നമ്മുടെ എക്സ്ട്രാ പൗഡറുകളൊക്കെ പോയി നല്ല ഗ്ലോയിങ് എഫക്റ്റിലേക്ക് വരും. ശകല നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവനൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. എന്റെ മുഖത്ത് അടിച്ചപ്പോൾ തന്നെ ആ മാറ്റം കണ്ടോ? നല്ലൊരു നാച്ചുറൽ ലുക്കിലേക്ക് നോക്കിക്കേ. എന്റെ മുഖം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതിൽ വ്യത്യാസമല്ല. എന്റെ മുഖത്തിന് നല്ലൊരു ഗ്ലോ വന്നോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുമില്ല, വെള്ളം പോലെ ഒന്നും ഇരിപ്പില്ല, മുഴുവൻ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പൊ നല്ലതായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ഐ മേക്കപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് ഒരു ബ്ലഷും കൊടുത്തു കഴിഞ്ഞാൽ റെഡി മണി, എവിടോട്ട് വേണമെങ്കിലും പോവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ എന്റെ ഐ മേക്കപ്പ് ഒന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്, ഹെവിയേ അല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നിക്സിന്റെ ആണ് കേട്ടോ, NYX അറിയാലോ നിങ്ങൾക്ക്. അതിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഞാനിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത്. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐയുടെ കോർണർ ഭാഗത്തേക്ക്, ഇതാ ഔട്ടർ ഭാഗത്ത് ഇവിടെ കേട്ടോ. ഇനി ഞാൻ വേറൊരു ഷെയ്ഡാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു പിങ്ക് കൂടി ഒരു കളർ ഉപയോഗിക്കാൻ പോകും. എൻ്റെ ഉടുപ്പ് തന്നെ പിങ്ക് അല്ല, അപ്പം ഒരു നല്ലൊരു പിങ്കിഷ് കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ശക്കലം ഗ്ലിറ്ററി എഫക്റ്റോടെ നമുക്കൊന്ന് കൊടുക്കാം. ഒരു ശക്കലം ഗ്ലിറ്റർ ഉണ്ട് ഇതിൽ കേട്ടോ. അത് ഞാൻ ഇവിടെ മിഡിൽ ഭാഗത്ത്, നമ്മുടെ കണ്ണിന്റെ മിഡിൽ ഭാഗത്താണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ തന്നെ ഈ കണ്ണോട് ഞാൻ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഐഷാഡോ ഇടുമ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ 2-3 കളറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവരെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഒന്ന് കണക്ഷൻ കൊടുത്ത് വിടണം. അല്ല ഒരിടത്ത് തന്നെ തിക്കായിട്ട് ഒരു കളറും മറ്റിടത്ത് വേറൊരു കളറുമായിട്ട് നിൽക്കരുത്. നല്ല ഭംഗിയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നാലും അതിനൊരു ഫിനിഷിങ് എത്തത്തുള്ളൂ. കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ ഭാഗത്ത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഭാഗം കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് തന്നെ ഇതിനകത്തൊന്ന് ഉപയോഗിക്കാൻ പോവാണ്. ഇവിടെ മാത്രം. അപ്പൊ നമ്മുടെ ഐബ്രോയ്ക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. കണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? അത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയായില്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കണ്ടെഴുതാം. ചിലർക്ക് മുകൾ ഭാഗത്ത് എഴുതുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് താഴെ മാത്രം ഇഷ്ടമുള്ളതായിരിക്കും, ചിലപ്പോൾ ഇതെല്ലാം എഴുതുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒന്നുകിൽ കാജൽ ഉപയോഗിക്കാം, ഐലൈനർ ഉപയോഗിക്കാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുവാണ്. എന്തായാലും ഞാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കാജലാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടാവാം. ഇത്തവണ വന്നപ്പോഴാണ് ഞാനിത് കൊണ്ടുവന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി.
എന്ത് പറഞ്ഞാലും ഞാൻ മസ്കാര ഇടാൻ പോകുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് മസ്കാര മസ്റ്റാണ്. നല്ല ഫുള്ളറായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ അതാണ് ഇടാൻ പോകുന്നത്. നമ്മൾ കണ്ണെഴുതി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു വ്യത്യാസമല്ലേ? കണ്ണുകളല്ലേ നമ്മുടെ കഥ പറയുന്നത്. ഒരാളുടെ കണ്ണ് നോക്കിയാൽ നമുക്ക് ഒത്തിരി കഥകൾ വായിച്ചെടുക്കാന്ന് പറയുന്നത്. ആർക്കറിയാം? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? മേക്കപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് സെറ്റായി നിങ്ങളുടെ ലിപ്സ് നമ്മുടെ റെഡ് ആയിട്ട് നിൽക്കും ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി. അപ്പം നല്ല ഭംഗിയായിട്ട് ലിപ് ലൈനർ എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഈ ലിപ് ലൈനർ റിമ്മലിന്റെ ലിപ് ലൈനർ ആട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക്. എന്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. കാരണം എന്റെ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് പോയ നാളെ രാവിലെ വരെ അതെന്റെ ചുണ്ടത്ത് തന്നെ കിടക്കും. ഇത് മേക്ക് എന്ന് പറഞ്ഞാൽ മാക്സ് ഫാക്ടർ കേട്ടോ. മാക്സ് ഫാക്ടറിന്റെ നമുക്ക് പല ഷെയ്ഡ്സ് കിട്ടും. ഒരു പിങ്കിഷ് ഒരു ഷെയ്ഡ് തന്നെയാണിത്. ഞാൻ അതാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എന്തായി? നല്ലതായിട്ടില്ലേ? ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ബ്ലഷ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ കണ്ട. ഇത്ര ഞാൻ മേക്കപ്പ് ഇടുന്നുള്ളൂ. ഞാൻ കോണ്ടോറിങ്ങും ഹൈലൈറ്റും ഒന്നും ഇടുന്നില്ല. ഞാൻ ഇത്ര മാത്രം ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിനു ശേഷം ഞാൻ ഒരിക്കൽ കൂടെ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് ഉപയോഗിക്കാൻ പോവാ. ഓക്കെ, അപ്പൊ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇതൊന്ന് ഡ്രൈ ആയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് എങ്ങോട്ടേലും പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹെയറും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, ഇട്ടു, റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കമ്മല് കണ്ടോ? ടിങ് ടിങ് ടിങ്. ഒരു കിടക്കാമണി കമ്മലൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്മാർട്ട് ആവും. അപ്പം എന്റെ മേക്കപ്പ് മുഴുവൻ കംപ്ലീറ്റ് ആയി. ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഹെയർ എങ്ങനെയുണ്ട്? എന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ പൊണിറ്റയിൽ കെട്ടി വെച്ചേക്കണേ. എങ്ങനെയുണ്ട്? നല്ല സ്റ്റൈലായിട്ടില്ലേ? ഇത് കാണുമ്പോൾ കുറച്ചെങ്കിലും അസൂയ ആർക്കെങ്കിലും തോന്നാതിരിക്കോ? ആർക്കൊക്കെ കൊച്ചു അസൂയ തോന്നണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഹെയറിന്റെ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആരും അസൂയപ്പെടണ്ട. എത്ര മുടിയില്ലാത്തവർക്കും മുടിയുള്ളവർക്കും നമുക്ക് ഈ ഒരു സ്റ്റൈലിലേക്ക് പോകാം. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. എന്തിനെ പറ്റിയെന്നറിയോ? നമ്മുടെ ഈ ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ അടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.